ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോഴേ നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാനിവിടെ ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 2 ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. അത് നമുക്ക് വഴിയേ കാണാം. ഇനി ഒരു കാര്യം, നമുക്കിതിൽ മധുരം ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാതെ ഈ ഒരു രീതിയിൽ തന്നെ ഇത് മാത്രം ചേർത്ത് നമുക്കിത് ജ്യൂസാക്കി കുടിക്കാം. അപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ മധുരം ചേർത്ത് കുടിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് കുറച്ച് മധുരം ചേർത്താൽ മതി. മധുരത്തിന് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ കുക്കുംബറും ക്യാരറ്റും എല്ലാം പീൽ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ കുക്കുംബർ ഞാൻ ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ അരിഞ്ഞ കുക്കുംബർ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ക്യാരറ്റ് അരിഞ്ഞെടുക്കണം. അപ്പോൾ ക്യാരറ്റ് കുറച്ച് കനം കുറച്ച് വലിപ്പവും കുറച്ച് അരിഞ്ഞെടുക്കണം. നമ്മളിവിടെ മിക്സിയിലാണ് ഈ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ക്യാരറ്റ് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് 2ആയിട്ട് മുറിച്ചതിന് ശേഷം കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞു. അതിന് ശേഷം പിന്നെ അത് ഒന്നുകൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെയാകുമ്പോൾ ക്യാരറ്റ് നമുക്ക് നല്ലതുപോലെ അരിഞ്ഞ് കിട്ടും. ഇനി അരിഞ്ഞ ക്യാരറ്റ് നമുക്ക് കുക്കുംബറിൻ്റെ കൂടെ മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചേർക്കുമ്പോഴാണ് നമുക്കൊരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇഞ്ചിയും ചെറുതായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 2 തണ്ട് പുതിനയിലയും കൂടി ചേർക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതാണ്ട ഒരു 10-12 ഇലയുള്ള 2 തണ്ട് പുതിനയിലയാണ് ഞാൻ എടുത്തത്. ഇനി ഇതെല്ലാം നമുക്ക് നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിയുടെ ജാറിലേക്കിടാം. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു 3 സ്പൂണ് പഞ്ചസാരയാണ് ചേർത്തത്. പിന്നെ നാരങ്ങയും കൂടി നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുരു മാറ്റിയതിന് ശേഷം വേണം നാരങ്ങ പിഴിഞ്ഞൊഴിക്കാനായിട്ട്. ഇനി ഒരു 12ഓളം ഐസ് ക്യൂബും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് ക്യൂബും കൂടിയിട്ട് നമുക്കിത് ആദ്യം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പൾപ്പ് ഞാൻ ഇവിടെ ഒരു ജ്യൂസ് അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, ഒരു കണ്ണകലമുള്ള അരിപ്പിൽ ഒഴിച്ച് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ലൂസാക്കി കുടിക്കാവുന്നതാണ്. അപ്പം ഇതിങ്ങനെ അരിച്ചെടുത്താൽ നമുക്ക് കുട്ടികൾ കൂടുതൽ ഇഷ്ടപ്പെടും. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണകലമുള്ള അരിപ്പായതുകൊണ്ട് അതിൻ്റെ ആ പൾപ്പ് അതിൻ്റെ അടിയിലൊക്കെ ഇരിപ്പുണ്ട്. ഞാനത് ഇതിലേക്ക് തന്നെ വഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തതിന് ശേഷമാണ് ഉപ്പ് ചേർത്തത്. ഇനി 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്കിത് ഇതേപോലെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി.